ഇന്ന് എന്താണെന്നറിയില്ല, വല്ലാത്ത വിശപ്പായിരുന്നു. കറക്റ്റ് 5:15 പഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. കുറച്ച് ദൂരം നടക്കണം റൂമിലെത്താൻ, ഒരു 2.5 കിലോമീറ്ററോളം നടക്കണം കഷ്ടി. അങ്ങനെ റോഡ് സൈഡിൽ കൂടെ അങ്ങനെ പല കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ നല്ല സുഖമാണ്, നല്ല രസമാണ്. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ഒരു കാലാവസ്ഥയാണ്. പക്ഷെ രാവിലെ നടക്കൽ പാടാണ്. രാവിലെ ഒരു 8-8:30 ആകുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര ചൂടടിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കി നടന്ന് നല്ല വിശപ്പായതുകൊണ്ട് അവിടെ വഴിയെ കണ്ട ഒരു നല്ലൊരു ബിരിയാണി കടയിൽ കയറി നല്ല ഒരു ചൂട് ബിരിയാണി കഴിച്ചു. നല്ല ചിക്കൻ ബിരിയാണി, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും അങ്ങനെ മോശം പറയാനൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അൺലിമിറ്റഡ് റൈസായിരുന്നു. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു ഭക്ഷണമെല്ലാം കഴിച്ച് വയറെല്ലാം നിറച്ച് മനസ്സ് നിറച്ചിട്ടാണ് അവിടെ നിന്ന് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റും ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ നടക്കുകയാണ് ചെയ്തത്. കാരണം വേഗം നടക്കണം, കാരണം വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്ന സമയമാണ്. അപ്പോൾ വൈകുന്നേരം വേനൽ മഴയല്ലേ, വൈകുന്നേരം ആകുമ്പോൾ പെയ്യും. അപ്പോൾ അതെല്ലാം പ്രതീക്ഷിച്ച് അതിനെ പേടിച്ച് ഞാനിങ്ങനെ അത് വേഗം കഴിക്കുകയാണ്, ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. 10 മിനിറ്റ് സമയം തികച്ച് വേണ്ടി വന്നില്ല. ബിരിയാണി കാലി, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണിയും കഴിച്ച് അങ്ങനെ നടക്കാൻ റോഡിലെ പല കാഴ്ചകളും കണ്ട്. വണ്ടിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഈവനിങ് ആയതുകൊണ്ട് എല്ലാവരും ജോലി എല്ലാം വിട്ട് പോകുന്ന സമയമൊക്കെ അല്ലേ. ഇടയ്ക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും കാണിച്ച് ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി. അപ്പോൾ ഈ 6 മാസത്തിൽ 1 മാസം എന്തോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് യാത്ര ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയം വൈകുന്നേരം നടക്കലാണ് പതിവ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലും നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. നല്ല റോഡാണ് കേട്ടോ. നടക്കുന്നതാണെങ്കിലും നല്ല വൃത്തിയുള്ള, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി സ്ഥലമാണിത്. ഞാൻ താമസിക്കുന്നത് പട്ടം LIC എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനകത്ത് ലക്ഷ്മി നഗർ ഉള്ളിലോട്ട് വരണം. ഈ 2 റോഡ് പോകുന്നില്ലേ, ഇതാണ് നമ്മുടെ താമസ സ്ഥലത്തോട്ട് പോകുന്ന റോഡ്. ഒരു നല്ലൊരു പ്ലേസാണിത്. ഇവിടെ അടുത്തൊരു ഇടത് ഭാഗത്തൊരു അമ്പലം കൂടെ ഉണ്ട്. അവിടെ നടന്ന് ഇനി നേരെ ചെല്ലുന്ന സമയത്ത് ഇവിടെ ഒരു ടേണിംഗ് ആണ്. ഈ കോർണറിൽ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട്. ആ ഹെൽത്ത് സെൻറ്ററിൻ്റെ സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. അതാണ് ഹെൽത്ത് സെൻറ്റർ. അതെല്ലാം ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കട, ഞാൻ സ്ഥിരം സാധനം വാങ്ങിക്കുന്ന ഒരു കടയുണ്ട്. ആ കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ അത്യാവശ്യം കച്ചവടമുള്ള സമയമാണ്. അപ്പോൾ നടന്നു, മഴ പെയ്യേണ്ട എല്ലാ ചാൻസും ഉണ്ട്. മേഘം വന്ന് മൂടിയിട്ടുണ്ട് ആകാശം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് ഈ കയറ്റം കണ്ടോ? ഇതാണ് എനിക്കൊന്നും പേടിയുള്ളത്. ചെറിയൊരു അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. അത് ഇത്തിരി നമ്മൾ അത്രയും ദൂരം ഏകദേശം 2 കിലോമീറ്ററോളം നടന്നു വന്നാലും ക്ഷീണം ഉണ്ടാവില്ല. പക്ഷേ ഇത് പതുക്കെ കയറി നടന്ന് അങ്ങ് കയറി ചെല്ലുമ്പോൾ ഏകദേശം റൂമിനടുത്ത് എത്തി. റൂമിലോട്ടും ചെറിയൊരു കയറ്റമുണ്ട്. ആ ഭാഗം എത്തുമ്പോഴത്തേനും ഇത് കണ്ട ഈ കയറ്റം ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ആളാകെ ടയേർഡാവും. അപ്പോഴാണ് നമ്മൾ ശരിക്കൊന്ന് വിയർക്കുന്നത്. അതുവരെ ഇങ്ങനെ പാട്ടും പാടി കാഴ്ചകളെല്ലാം കണ്ട് സുഖിച്ചങ്ങ് വരുമല്ലേ. ഈ ഒരു പോർഷനാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിനൊക്കെ കുഴഞ്ഞു പോവും അങ്ങനെ. പിന്നെ സ്ഥിരമായതുകൊണ്ട് പിന്നെ ഇങ്ങനെ നടന്നു പോകുന്നു. ഇത് നമ്മുടെ റൂമിലോട്ട് കയറി പോകുന്ന സ്റ്റെപ്പാണ്. അവിടെ ചെന്ന് ഒരു നല്ല ഫാമിലിയാണ് താഴെ താമസിക്കുന്നത്. അവരുടെയാണ്. അവർ മേൽഭാഗം അങ്ങനെ വാടകയ്ക്ക് കൊടുത്തേക്കാണ് PG ആയിട്ട്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതാണ് ഉള്ളിലോട്ട്, ഇതാണ് അതിൻ്റെ ഡോറ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് വാക്കിൻ്റെ ഒരു വിശേഷം. എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തെന്നുള്ളൂ. ബൈ.